ചേട്ടാ ആരാടാ? അല്ല, വാസുവായിരുന്നു. നീ എന്തിനാടാ ഇങ്ങനെ ഇടന്ന് വിളിച്ചു പോകുന്നത്? ചേട്ടൻ എന്താ രാവിലെ എന്റെ മോള് 2 ദിവസമായിട്ട് ഡോക്ടറെ വീട്ടിൽ സപ്ലൈ ഇല്ല. അത്രേ ഉള്ളൂ. ചേട്ടൻ ഇറങ്ങി വാ. എന്താടാ കാര്യം? നമ്മുടെ മുരുകന്റെ ഷാപ്പില് ആവി പറക്കുന്ന പുതിയ സാധനം വന്നിട്ടുണ്ട്. അവിടെ ജീപ്പ് നിറക്കുന്ന കണ്ടോണ്ടാ ഞാൻ വരുന്നേ. വേഗം വാ. നീ പൊയ്ക്കോ, ഞാനീ പണി തീർത്തിട്ട് വേഗം അങ്ങെത്താം. എഞ്ചിനീയർ സാർ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ. ചേട്ടാ ഇപ്പൊ ചെന്ന നല്ല ചൂടോടെ വീശാം. പണി ചെയ്യാൻ ഒരു ഉഷാർ കിട്ടും. അത് നേരെ. 2 ദിവസം ഡോക്ടറെ കറണ്ടില്ലായിരുന്നില്ലേ? ഇനി കുറച്ചു സമയം കൂടി അങ്ങേര് സഹിച്ചോളൂ. എന്നാലും ഇല്ല. ഇറങ്ങി വാ ചേട്ടാ. വേഗം ചെന്നില്ലെങ്കിലേ അവന്മാര് വെള്ളം ചേർക്കും. അത് നേരാ. ചൂട് സാധനം കഴിച്ചിട്ട് ഒരുപാട് നാളായി. അവൻ വയറ്റിലോട്ട് ചെല്ലുമ്പോ ചേട്ടാ ഇന്നു മുതൽ അവിടെ 200 മില്ലി അടിക്കുന്നവർക്ക് ഒരു മുട്ട ഫ്രീ ആയിട്ട് തരും. എങ്കിൽ ഇനി കഴിച്ചിട്ടേ ഉള്ളൂ. ഡോക്ടർ അയാളുടെ പണി നോക്കട്ടെ. നീ പറഞ്ഞ സത്യമാ. കറണ്ടി പണി ചെയ്യുമ്പോ കുറച്ചു മറ്റം കൂടി അകത്തുണ്ടെങ്കില് ചെറിയ ഷോക്ക് തേക്കില്ലടാ. എത്ര നേരമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? അമ്മ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. അച്ഛൻ വരെ ഇനിയും വൈകും. ചേച്ചി വാ, അമ്മയുടെ പതിവ് മുടക്കണ്ട. അമ്മേ, ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാ. എന്നും 4 കാലിൽ വരുന്ന അച്ഛനെ എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തൊരു സ്നേഹമുള്ള മക്കള്. എടി, അങ്ങേര് തൂണേ കയറിയും കമ്പി വലിച്ചു കെട്ടിയും കിട്ടുന്നത് കൊണ്ടാ പട്ടിണി കൂടാതെ ഇങ്ങനെ കഴിയുന്നത്. ഇനി 8 കാലിലാണേലും ഇങ്ങ് തിരിച്ചെത്തുന്നത് വരെ എന്റെ പെടച്ചിൽ എനിക്ക് മാത്രമല്ലേ അറിയൂ. തൊട്ടാ ചാവുന്ന സാധനമല്ലേ കറണ്ട്. ഓർത്താ സഹിക്കില്ല. അതിനിടയിൽ അവിടെ ഒരു പൊടി പോയി വെട്ടി വിഴുങ്ങ്. വരുന്നുണ്ടല്ലോ. ഇന്നും മൂക്കറ്റം കുടിപ്പിച്ചിട്ട് നിനക്ക് സമാധാനമുള്ളൂ ഇല്ലടാ വാസു? ഭവാനി, നീ വാസുവിനെ കുറ്റം പറയരുത്. അവൻ സ്നേഹമുള്ളവനാ. എനിക്കും നിനക്കും ജനിക്കാതെ പോയ മകനാണ് വാസു. അയ്യടാ, ഇന്ന് കൊള്ളാമല്ല. എടാ വാസു, സൈക്കിള് ബാലൻസ് പോകുന്നത് വരെ കുടിക്കാൻ സമ്മതിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ. എന്റെ ബാലൻസ് ഒന്നും തെറ്റിയിട്ടില്ല. നീ കൂടെ കേറ്. നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം. ഇന്ന് എന്തായിരുന്നു കോള്? നീ എന്താ വാസു ഒന്നും മിണ്ടാത്തെ? അല്ല, അയ്യോ എന്റെ അമ്മോ. മതി മതി, പോ പോ. നടക്കങ്ങോട്ട്. എടി, നമ്മളെ മക്കളെവിടെ? ജയശ്രീ, ശ്രീദേവി? അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് അവര് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നു. പാവങ്ങൾ, അവരുടെ ഒരു ബഹുമാനം. അയ്യോ എന്റെ അമ്മോ. അയ്യോ അച്ഛാ, പിടിക്കടി അങ്ങോട്ടോ. കൊണ്ടുപോകത്തോട്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ? നീ പറയുന്നതും ഈ ചോറും കൂടി ഒന്നിച്ച് കഴിച്ചാ എനിക്ക് ദഹനക്കേട് പിടിക്കും. അപ്പൊ ഞാൻ ഇത്ര നേരം നാക്കിട്ടടിച്ചത് വെറുതെ. അല്ലാതെ മിക്കവാറും അങ്ങനെയാണല്ലോ. എങ്കിൽ ഇനി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ദഹിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞോളൂ. നിങ്ങളുടെ അളിയൻ ഒരാളുണ്ടല്ലോ, ആ കറണ്ട് തങ്കപ്പൻ, കള്ളുകൂടിയൻ. പതിവ് പോലെ ഇന്ന് വൈകുന്നേരം കടയിൽ വന്നു. അപ്പോ ഞാൻ എവിടെയായിരുന്നു? നിങ്ങൾ ആ കാശിന്റെ കാര്യത്തിന് പൗലോസിനെ കാണാൻ പോയിരുന്ന സമയത്ത്. ഓ, അത് ശരി. അപ്പൊ ഞാനും മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അളിയൻ എന്ത് പറഞ്ഞു? സ്ഥിരം പറയാറുള്ളത് തന്നെ, പെങ്ങക്ക് കൊടുക്കാനുള്ള കാശ് തട്ടിയെടുത്ത അത്രേ കട തുടങ്ങിയതെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കെട്ടിച്ചയക്കാൻ പ്രായമായ ഒരു പെണ്ണ് ഇവിടെ ഉണ്ട്, അത് ഓർമ്മ വേണം. കണ്ട കള്ളുകുടിമാരൊക്കെ കേറി വന്ന് വായി തോന്നിയത് പറഞ്ഞാലേ അത് നടക്കില്ല. അളിയൻ ഇത്രയും പറഞ്ഞിട്ടും നീ ഒന്നും തിരിച്ചു പറഞ്ഞില്ലേ ജാനു? എന്റെ വീട്ടിലെ, അതായത് ജാതിമൂട് ഹൗസിലെ സ്ത്രീകൾക്ക് കള്ളുകുടിമാരോട് സംസാരിച്ച് പരിചയമില്ല. ഇങ്ങനെയല്ലേ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നത്? നിങ്ങളുടെ പെങ്ങളും ചേർന്നോണ്ടാണ് ഈ പണി. അവക്കും 2 പെമ്മക്കളാണെന്ന് ഓർക്കണം. ഞാനത് കുറെ കേട്ടതല്ലേ. നീ അങ്ങ് വിട്ടുകള ജാനു. എന്ത് പറഞ്ഞാലും പെങ്ങളുടെ പക്ഷത്താ. ഞാൻ പറഞ്ഞതിന് ഒരു വിലയില്ല. മോളെ, നീ ഇന്ന് വക്കീലാഫീസിൽ പോയില്ലേ? പോയി. അടുത്ത് തന്നെ അച്ഛനൊരു കേസ് വേണ്ടി വരുമെന്ന് വക്കീലിനോട് പറഞ്ഞേര്. എന്താ അച്ഛാ? വിവാഹമോചന കേസ്. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്നു മുടക്കി. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി. അവിടെ
അളിയൻ ഇതെന്ത് ഭാവിച്ചോണ്ടാ? ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്ധ്യാസമയത്ത് കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന്. പിന്നെ എന്റെ ഭാര്യ ജാതിക്കാജാനുവിന് ഇത്തരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനും ബുദ്ധിമുട്ടുണ്ട്. ശോഭയെ നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ച് അയക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ അളിയനായിട്ട് അത് മുടക്കരുത്. അളിയനെ പോലെ അന്തസ്സില്ലാത്ത രീതിയിലല്ല ഞാൻ കുടുംബം പോറ്റുന്നത്, അറിയാവോ? നാരായണ, എന്താ കടയിൽ പോ. സൗകര്യമില്ലെങ്കിലോ? എന്താ സുഖു? ഞാൻ തങ്കപ്പഞ്ചേട്ടനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? ഇത് നോക്കി, എന്തൊരു അന്യായമാണിത്. എന്റെ വീട്ടിലെ മീറ്റർ കേടായിട്ട് 1 മാസമായി. 3 തവണ ഞാൻ ഈ വിവരം ഇവിടെ വന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇപ്പോൾ അഡീഷണൽ ബില്ല് നീ ഓഫീസിൽ വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു. അതൊന്നും അവർക്ക് അറിഞ്ഞൂടാന്ന്. ആദ്യം കാശടയ്ക്കാൻ, പിന്നെ അന്വേഷണം നടത്തി സത്യം ബോധ്യപ്പെട്ടാൽ അടുത്ത ബില്ലിൽ കുറച്ച് തരാമെന്ന്. കാശ് അടച്ചില്ലെങ്കിൽ നാളെ ഫീസ് വരുന്നു പറഞ്ഞു. ആ, അത് കാണാം. ഫ്യൂസ് ഇടാൻ വരേണ്ടത് ഞാനാണ്. വേറെ അവന്മാരെന്ത് പറഞ്ഞു? എന്തു പറയാൻ, ഞാനൊന്ന് വിറപ്പിച്ചു. മണ്ണെണ്ണയ്ക്കും മെഴുകുതിരിക്കും ഈ നാട്ടിൽ ക്ഷാമമില്ല, കറണ്ട് കട്ട് ചെയ്തോന്ന് പറഞ്ഞു. അത് നന്നായി. ആവേശം കൊണ്ട് മണ്ണെണ്ണയുണ്ട് മെഴുകുതിരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ കറണ്ട് പോയാൽ പിള്ളേരുടെ പഠിത്തം കുഴയും. ബില്ല് കുറച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ചേട്ടൻ വിചാരിച്ചാൽ. നിന്റെ മീറ്റർ കേടായ വിവരം ഞാൻ അറിഞ്ഞു. പോയി നോക്കാൻ ഓഫീസിൽ നിന്ന് പറയുകയും ചെയ്തു. അത് ഞാനങ്ങ് മറന്നുപോയി. നീ ആ ബില്ലിങ് ഇതാ, ഞാൻ എഞ്ചിനീയർ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ സൈക്കിൾ നോക്കിക്കോ. ആ ചേട്ടാ പോരെ, നേരം കുറയായി. എനിക്കൊരു ലാർജ് കൂടി വേണം, എന്നിട്ട് നിർത്താം. ഒരു ലാർജൂടെ ബില്ലും കൊണ്ടുവന്നേക്ക്. എന്റെ ഈശ്വര, കറണ്ട് ബില്ല് 60 രൂപ കുറച്ച് കിട്ടി. ഇപ്പൊ ഇവിടെ ബില്ല് 260 രൂപയായി. ഇവിടെ കുറപ്പിച്ചു തരാനൊന്നും എനിക്ക് പറ്റൂല. നീ ആ ബില്ലങ്ങ് കൊടു.